ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പഴമയുടെ ഓർമ്മ പുതുക്കലാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ അമ്മൂമ്മ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, ഈ ചക്ക ഉണ്ടല്ലോ, മുഴുവൻ ചക്ക എടുത്ത് വെച്ച് ഇങ്ങനെ മുഴുവനോടെ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് കരിമുള്ള് മാത്രം കളഞ്ഞിട്ട് മടൽ, ചവണി, പാട ഇതെല്ലാം ചക്കക്കൂടെ ഉൾപ്പെടുത്തി അരിയുമായിരുന്നു കേട്ടോ. ചക്കക്കുരുവിനെ മാത്രം അങ്ങ് ഇങ്ങനെ തോണ്ടി കളഞ്ഞിട്ട് അങ്ങനെ അവർ ചക്ക കൂട്ടാൻ എന്നല്ല പറയുന്നത്, ചക്ക പുഴുക്കെന്നാണ് പറയുന്നത്, അതുണ്ടാക്കും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുവെച്ചാൽ കഴിക്കാനായിട്ട് നല്ല ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് ചക്ക കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ മടലും കൂടി ഇതാ കണ്ടോ, ഇതാ കരിമുള്ള് മാത്രം ചെത്തി കളഞ്ഞിട്ട് ആ ചക്ക മടലും കൂടി ഇട്ട് ഇന്ന് ഞാൻ ചക്ക പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ്. അതാണ് ചക്കക്കുരു കേട്ടോ, കൂടുതലിട്ടേക്കണേ. കൂടുതൽ ചക്കക്കുരു വേണമെങ്കിൽ ആ പുഴുക്കിന് ടേസ്റ്റ് കാണുള്ളൂ. അപ്പോൾ എന്താ ചക്ക മടലും കൂടി അരിഞ്ഞെടുക്കട്ടെ. എങ്ങനെ ആ പുഴുക്കുണ്ടാക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇതൊക്കെ വളരെ നല്ലതാണ്. ചക്കയിൽ നമുക്കൊന്നും തന്നെ കളയാനില്ല, എല്ലാം വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിതിനെ കഴുകി കുക്കറിലെടുത്ത് അപ്പം നല്ല പെട്ടെന്ന് വെന്തിട്ടു. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് അടുപ്പിൽ വയ്ക്കാം. കൂട്ടല്ല ശരിയാക്കി ചക്കക്കുരു, ചക്ക, ചക്കമടൽ ഇത്രയും കൂടെയാണ് നമ്മളിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. കൂട്ടിലിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാളും പറഞ്ഞായിരുന്നു, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് അങ്ങോട്ട് ഉപ്പും കൂടെ ഇട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അടുപ്പ് വയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാ വെന്ത് തുറന്നിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയായിരുന്നു. കണ്ടോ, നല്ല ഒരു സെറ്റായിട്ടിരിക്കുന്നു കേട്ടോ. കണ്ടോ ഗായ്സ്, ഞാൻ നല്ലോണം ഇളക്കിയിട്ട് വരട്ടെ. ഒന്നുകൂടി ഉണ്ടായിരുന്നു പറയാൻ കേട്ടോ. അപ്പോൾ അതുകൂടി അറിയിച്ചേക്കാൻ വിചാരിച്ചത് നിങ്ങളുടെ. അതാ പോയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ തവിയിൽ കോരി നമുക്കിങ്ങനെ വച്ചിട്ടേ ഇലയിലാ തരുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവരൊരു കുഴി ഒഴിക്കും. എന്നിട്ട് ഇവിടെ ആ മീൻ കറി ഒഴിക്കുന്ന കേട്ടോ. അതും കൂടി എനിക്ക് പെട്ടെന്ന് ഓർമ്മ, അതും കൂടി നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഈ ചക്ക കോരി ഇലയിൽ തന്ന് മീൻകറിയും കൂടെ ഇങ്ങനെ ഒന്ന് തവി കൊണ്ട് അമക്കിയിട്ട് അതിൽ ഒഴിച്ച് തന്ന രംഗം ഇന്നെൻ്റെ ഓർമ്മയിലുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വന്നത് നിങ്ങളോടും കൂടി കേട്ടോ. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കണേ.